വെൽക്കം ടു CK മല്ലൂസ്. 25-21 എന്ന ഡ്രാമയുടെ 18ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ജിവൂങ്ങിന്റെ സ്റ്റേജ് ഷോയ്ക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് യൂറിം ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസ് ആയി അവൻ്റെ ബൊക്കെ സമ്മാനിക്കുന്നു. നേരിട്ട് വന്ന് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ മനസ്സ് അവിടെ തന്നെ ഉണ്ടാകുമെന്നും അവൾ പറയുന്നു. ബൊക്കയുമായി മടങ്ങുന്ന വഴിക്ക് ഒരു കോയിൻ ബൂത്ത് കണ്ടപ്പോൾ ബീച്ചിനടുത്ത് വെച്ച് ഇജിൻ കാണാതെ എടുത്ത നാണയങ്ങൾ കൈവശമുള്ളത് അവൻ ഓർമ്മ വരുന്നു. അതുപയോഗിച്ച് അവൻ ഇജിനെ വിളിക്കുന്നുണ്ട്. യൂറിമിനെ സ്റ്റേജ് ഷോയ്ക്ക് വരാൻ പറ്റാത്ത കാര്യവും പ്രപ്പോസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതുമൊക്കെ ജിവൂങ് അവനോട് പറയുന്നു. പെൺകുട്ടികൾക്ക് ആ രീതിയിലുള്ള പ്രപ്പോസൽ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്ന് ഇജിനും അവനോട് പറയുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൾ അവിടെ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ജിവൂങ് പറയുന്നു. ഇജിൻ അവനുമായി സംസാരിച്ച് ഫോൺ വെച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് ഹീതു റോഡിൽ കൂട്ടിയിട്ടിരിക്കുന്ന സാധനങ്ങളുടെ ഇടയിൽ എന്തോ തിരയുന്നത് അവൻ കണ്ടത്. അവനെ കണ്ടപ്പോഴേക്കും അമ്മ ആ കസേരകൾ എറിഞ്ഞുകളഞ്ഞെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് ഹീതു കരയാൻ തുടങ്ങുന്നു. ഇജിൻ നമുക്കൊരുമിച്ച് തിരയാമെന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇജിനും കസേരകൾ അന്വേഷിച്ച് അവൾക്കൊപ്പം കുറെ പോകുന്നുണ്ട്. അവസാനം മതിയാക്കാമെന്ന് ഹീതു തന്നെ പറയുന്നു. അമ്മയോട് വലിയ രീതിയിൽ തന്നെ വഴക്കുണ്ടാക്കിയ കാര്യം അവൾ പറഞ്ഞപ്പോൾ ഇന്നത്തെ ന്യൂസ് ഫ്ലാഷ് വായിക്കുന്ന നിന്റെ അമ്മയെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ആരാധന തോന്നിയതാണ്. ആദ്യമായിട്ട് എനിക്കും അവരെ പോലെ ആകണമെന്നൊരു ആഗ്രഹവും തോന്നി. പക്ഷെ നിന്റെ അമ്മയുടെ പ്രൊഫഷണലിസത്തിന് പിന്നിൽ നിന്റെ ഹൃദയം നുറുങ്ങുന്ന വേദനകളുണ്ട് എന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി എന്ന് ഇജിൻ പറയുന്നു. എന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും നിനക്കൊരു സ്വപ്നമുണ്ടാക്കാൻ എൻ്റെ അമ്മയ്ക്ക് കഴിഞ്ഞത് ഒരു വലിയ കാര്യം തന്നെയാണല്ലോ എന്ന് ഹീതു അപ്പോൾ പറയുന്നുണ്ട്. അച്ഛനുണ്ടാക്കിയ കസേരകൾ പോലെ തന്നെ നിനക്ക് വേറെ ഉണ്ടാക്കിക്കൂടെ എന്ന് ഇജിൻ അവൾക്ക് ഐഡിയ കൊടുക്കുന്നതിനാൽ അടുത്ത ദിവസം തന്നെ ഹീതു തൻ്റെ കുടുക്കയുമായി ആ ആശാരിയുടെ അടുത്ത് പോയി എന്നെ കസേര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കണം, ഇത് അതിനുള്ള ഫീസാണ് എന്ന് പറഞ്ഞ് ആ കുടുക്ക അയാൾക്ക് മുന്നിൽ വയ്ക്കുന്നു. പക്ഷേ വീട്ടിൽ മടങ്ങിയെത്തിയ ശേഷം അമ്മയോട് അവൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അടുത്ത ദിവസം തന്നെ അവൾക്ക് കോളേജിൽ വെച്ചുള്ള ട്രെയിനിങ് ആരംഭിക്കുന്നുണ്ട്. അന്ന് ട്രെയിനിങ് കഴിഞ്ഞ് മടങ്ങാൻ തുടങ്ങുമ്പോൾ അവിടെ എത്തിയ ഇജിൻ ഡോക്യുമെൻ്ററിയുടെ എഡിറ്റിങ്ങിനിടയിൽ ചെറിയ ചില ഇൻ്റർവ്യൂസ് നടത്തുന്നതിനായി യൂർമിനെയും ഹീതുവിനെയും ഒന്നുകൂടെ അയക്കാമോ എന്ന് കോച്ചിനോട് പെർമിഷൻ ചോദിക്കുന്നു. അവർക്ക് ഉടനെ മത്സരങ്ങളൊന്നുമില്ലാത്തതിനാൽ കൊണ്ടുപോയിക്കോളാൻ കോച്ച് പെർമിഷൻ നൽകുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കള്ളം പറഞ്ഞതാണ്, നമ്മൾ ജിവൂങ്ങിൻ്റെ സ്റ്റേജ് ഷോ കാണാൻ പോവുകയാണെന്ന് ഇജിൻ പറഞ്ഞത്. യൂറിൻ സന്തോഷം കൊണ്ട് ഉറക്കെ കൂവി വിളിക്കുന്നുണ്ട്. രണ്ടുപേരും വേഗം തന്നെ അവൻ്റെ ഒപ്പം പോകുന്നു. സ്റ്റേജിൽ പാടിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ജിവൂങ് ഏറ്റവും പുറകിൽ നിൽക്കുന്ന യൂറിമിനെ കണ്ടത്. അവൻ കൂടുതൽ ആവേശത്തോടെ പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു പാട്ട് കഴിഞ്ഞ് ബ്രേക്ക് എടുക്കാൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയപ്പോൾ ജിവൂങ് കൂടെയുള്ളവരോടെല്ലാം നിങ്ങളെല്ലാം വളരെ നന്നായി പെർഫോം ചെയ്യണം, ആരും ഉഴപ്പരുത് എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് അവരുടെ ഗിത്താറിസ്റ്റിൻ്റെ ഗേൾഫ്രണ്ട് അവിടേക്ക് കയറി വന്ന് അവനോട് വഴക്കിട്ടിറങ്ങിപ്പോയത്. എനിക്ക് പ്രോഗ്രാമിനേക്കാൾ വലുത് എൻ്റെ ഗേൾഫ്രണ്ടാണ്, എനിക്ക് അവളുടെ കൂടെ പോയേ പറ്റുമെന്ന് പറഞ്ഞ് ഗിത്താറിസ്റ്റ് ഗിത്താർ ജിവൂങ്ങിനെ ഏൽപ്പിച്ചിട്ട് സ്ഥലം വിടുന്നു. ആര് ഗിത്താർ വായിക്കുമെന്ന് സംശയിച്ച് നിന്നപ്പോഴാണ് ഇജിൻ അവിടേക്ക് കയറി വന്നത്. ജിവൂങ് ഗിത്താർ നിർബന്ധിച്ച് അവനെ പിടിച്ചേൽപ്പിച്ചിട്ട് ഞങ്ങൾക്കൊപ്പം പാടിയേ പറ്റും, ഗിത്താറിസ്റ്റ് ഇല്ലാതെ പാടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നു. ഞാൻ 3 വർഷമായി ഗിത്താർ കൈകൊണ്ട് തൊട്ടിട്ട്, എല്ലാം മറന്നു കാണും എന്ന് പറഞ്ഞ് ഇജിൻ ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും അവൻ വിടുന്നില്ല. വേറൊരു കൂട്ടുകാരൻ്റെ യൂണിഫോം ഇടിപ്പിച്ച് ഇജിനെ അവൻ സ്റ്റേജിൽ കയറ്റുന്നു. സ്റ്റേജിൽ യൂണിഫോം ഇട്ട് നിന്ന് ഗിത്താർ വായിക്കുന്ന ഇജിനെ കണ്ട് ഹീതുവും യൂറിമും ഒന്ന് അമ്പരക്കുന്നുണ്ട്. അവൻ്റെ ആ വേഷം ഹീതുവിനെ ശരിക്കും ഹാപ്പിയാക്കുന്നുണ്ട്. പ്രോഗ്രാം കഴിഞ്ഞ ഉടൻ അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടിച്ചെന്ന് ഒരു സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ ഇജിനെ പരിചയപ്പെടുന്നു. എന്നിട്ട് അവനെയും പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഓടുന്നുണ്ട്. ജിവൂങ് ഈ സമയം പെർഫോമൻസിനിടയിൽ പബ്ലിക്കായി യൂറിമിനെ പ്രപ്പോസ് ചെയ്യാൻ തുടങ്ങിയെങ്കിലും കൃത്യം ആ സമയമായപ്പോൾ മൈക്ക് എന്തോ പ്രശ്നത്തിലാകുന്നു. പക്ഷെ അവൻ പറയാൻ വരുന്നത് എന്താണെന്ന് യൂറിമിന് മനസ്സിലാകുന്നതിനാൽ അവൾ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണ്. മൈക്കില്ലാതെ തന്നെ ജിവൂങ് അവളോട് എൻ്റെ ഗേൾഫ്രണ്ട് ആകാമോ എന്ന് ചോദിക്കുന്നു. മറ്റാരും അത് കേട്ടില്ലെങ്കിലും യൂറിമിന് അത് മനസ്സിലാകുന്നുണ്ട്. അവൾ സമ്മതവും അറിയിക്കുന്നു. ഹീതു ഇജിനെ പിടിച്ചു വലിച്ച് ബ്രോഡ്കാസ്റ്റിംഗ് റൂമിലേക്കാണ് കൊണ്ടുപോയത്. കാസറ്റുകളിൽ മാത്രം കേട്ടിട്ടുള്ള അവൻ്റെ ന്യൂസ് റീഡിംഗ് ഇപ്പോൾ അവൾക്ക് നേരിട്ട് കാണണം, അതാണ് അവളുടെ ആവശ്യം. അവർ ചെല്ലുമ്പോൾ സെങ്വങ് ബ്രോഡ്കാസ്റ്റ് റൂമിൽ ഇരിപ്പുണ്ട്. യൂണിഫോം ഇട്ട ഇജിനെ കണ്ട് അവൾ കാര്യം തിരക്കുന്നു. അവനെ കൊണ്ട് ന്യൂസ് റീഡിംഗ് ചെയ്യിക്കാനാണ് ഹീതു കൂട്ടുകൊണ്ട് വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവളും ആവേശത്തോടെ ചാടി എഴുന്നേൽക്കുന്നു. ഇജിൻ റീഡിംഗ് തുടങ്ങിയപ്പോൾ ഹീതു സന്തോഷം കൊണ്ട് ആകെ ത്രില്ലടിക്കുന്നു. എക്സാം അടുത്ത കുട്ടികൾക്കുള്ള ഉപദേശമാണ് ഇജിൻ വായിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ എല്ലാവരും കേട്ടില്ലെങ്കിൽ ഒരു നഷ്ടമാണ് എന്ന് പറഞ്ഞ് സെങ്വങ് അവനറിയാതെ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. നൈറ്റ് ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളെല്ലാം അത് കേൾക്കുന്നു. അനൗൺസ്മെൻറ്റിന് ശേഷം അവർ 3 പേരും കൂടി ടെറസിൽ പോയി അടുത്തേതോ ഫെസ്റ്റിവൽ സ്ഥലത്ത് നടത്തിയ ഫയർ വർക്ക് കാണുന്നു. ജിവൂങ് യൂറിമിനെയും കൊണ്ട് ആ സമയത്ത് അവിടെ എത്തുന്നു. അവർ കപ്പിൾസായി എന്ന വിവരം കേട്ടപ്പോൾ ഹീതുവിന് മാത്രം അതത്ര വിശ്വാസമാക്കുന്നില്ല. ജിവൂങ്ങിന് നിന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, നിനക്കും അവനെ ഇഷ്ടമാണോ, ഇതെങ്ങനെ സംഭവിച്ചു എന്നവൾ ചോദിക്കുന്നു. ജിവൂങ് എൻ്റെ ടൈപ്പാണ് എന്ന് യൂറിം ചെറിയ നാണത്തോടെ പറയുന്നുണ്ട്. നീ വെറുതെ അവരെ ശല്യപ്പെടുത്താതെ എന്ന് പറഞ്ഞ് ഇജിൻ അവളെ പിടിച്ചു നിർത്തുന്നു. ഫയർ വർക്ക് കണ്ടു നിൽക്കുമ്പോൾ ഹീതു ശരിക്കും വളരെ സന്തോഷത്തിലായിരുന്നു. ഓർമ്മിക്കാൻ ഇങ്ങനൊരു നല്ല ദിവസം തന്നതിന് അവൾ ഇജിന് താങ്ക്സ് പറയുന്നുമുണ്ട്. ഇജിൻ അന്നാണ് ഹാങ് ഔട്ട് പ്ലേസിൽ ജിവൂങ് ഒട്ടിച്ചിരിക്കുന്ന ടൂറിൻ്റെ ഫോട്ടോകൾ കണ്ടത്. ഹീതു തനിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോയ്ക്ക് താഴെ മാത്രം കോപ്പി വേണമെന്നാവശ്യപ്പെട്ട് പേരെഴുതിയിട്ടില്ലാത്തതിനാൽ അവൻ പേരെഴുതി വെക്കുന്നുണ്ട്. ഹീതു ഫ്രീ ടൈമിലെല്ലാം ഇപ്പോൾ കസേര ഉണ്ടാക്കാൻ പഠിക്കാനുള്ള ട്രെയിനിങ്ങിലാണ്. വിചാരിച്ചത്ര എളുപ്പമല്ല കാര്യം എന്നവൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അച്ഛൻ ഇതൊക്കെ പഠിക്കാൻ എപ്പോഴാണ് സമയം കണ്ടെത്തിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് ക്ഷണിച്ചിരിക്കുമ്പോഴാണ്
അച്ഛനുണ്ടാക്കിയ കസേരകൾ അവിടെ ഒരു മൂലയ്ക്ക് പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്ന അവൾ കണ്ടത്. അതെങ്ങനെ ഇവിടെ എത്തിയെന്നവൾ അമ്പരപ്പോടെ അയാളോട് ചോദിക്കുന്നു. ന്യൂസ് റീഡർ ഷിങ് ജിങ്കോങ്ങിനെ അറിയില്ലേ? അവർ അത് നന്നാക്കാതെ കൊണ്ടുവന്നതാണ്. ആ കസേരകൾ അവർക്ക് വളരെ വിലപിടിപ്പിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് പോയത് എന്നറിഞ്ഞപ്പോൾ ഹീതുവിന് അമ്മയെ തെറ്റിദ്ധരിച്ചതിൽ ശരിക്കും കുറ്റബോധം തോന്നുന്നു. അവൾ വീട്ടിലെത്തിയപ്പോൾ അമ്മ എങ്ങോട്ടോ പുറപ്പെടാനായി ബാഗിൽ എന്തൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. നീ ഇതുവരെ റെഡി ആയില്ലേ എന്ന് അമ്മ ചോദിച്ചപ്പോഴും ഹീതുവിന് കാര്യം മനസ്സിലായില്ല. അച്ഛൻ്റെ ആനിവേഴ്സറി നീ തന്നെയല്ലേ കലണ്ടറിൽ എഴുതി വെച്ചത്, എന്നിട്ടത് മറന്നോ എന്ന് അമ്മ ചോദിച്ചപ്പോഴാണ് ഹീതു അത് ഓർക്കുന്നത് തന്നെ. അവൾ വേഗം പോയി റെഡിയാക്കുന്നുണ്ട്. വണ്ടിയിലിരുന്നപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കുന്നില്ല. അച്ഛൻ്റെ കല്ലറയ്ക്ക് മുന്നിൽ ഫ്രൂട്ട്സും മറ്റും നിരത്തി വെച്ച കൂട്ടത്തിൽ ഹീതു തൻ്റെ ഗോൾഡ് മെഡൽ കൂടി വെക്കുന്നുണ്ട്. അച്ഛൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ച ശേഷം അമ്മ എഴുന്നേൽക്കാതിരിക്കുന്ന കണ്ട് ഹീതു അമ്മയ്ക്കരികിൽ ഇരുന്നപ്പോഴാണ് അവർ കരയുകയാണെന്ന് കണ്ടത്. അവൾ അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചെങ്കിലും അവരപ്പോഴും പൊട്ടിക്കരയുകയാണ്. നീ ശരിക്കും ഇപ്പോഴും ആ 13 വയസ്സുകാരി തന്നെയാണോ? നീ വളർന്നു കഴിയുമ്പോൾ ഞാൻ നിന്റെ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് നിന്നോട് പറയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നവർ പൊട്ടിക്കരയുന്നതിനിടയിലൂടെ പറയുന്നു. അമ്മ ആദ്യമായി മനസ്സ് തുറന്നത് ഹീതുവിനെയും കരയിക്കുന്നു. അവൾ അമ്മയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. അമ്മയുമായി വർഷങ്ങളായി തുടർന്നു പോരുന്ന ശീതസമരം അവസാനിപ്പിച്ച് സന്തോഷത്തോടെയാണ് ഹീതു അവിടെ നിന്ന് മടങ്ങിയത്. പക്ഷെ കോളേജിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് വണ്ടിയിലിരുന്ന് വീണ്ടും അവർ തമ്മിൽ വഴക്കൂടുന്നു. ഹീതുവിന് കോളേജിൽ പോകാതെ ഏതെങ്കിലും ഫെൻസിങ് ടീമിൽ ജോയിൻ ചെയ്യാനാണ് താല്പര്യം എന്നറിഞ്ഞപ്പോൾ അമ്മ അതിനെ എതിർക്കുന്നു. കോളേജിൽ പോകാതെ പിന്നെ നീ എന്ത് ചെയ്യും? നാളെ ഒരിക്കൽ നീ ഫെൻസിങ് ഉപേക്ഷിച്ചാൽ നിന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണ്ടേ? അതുകൊണ്ട് കോളേജിൽ പോയേ പറ്റൂ എന്ന് അമ്മ ഉറപ്പിച്ച് പറയുന്നു. പക്ഷേ ഹീതുവിന് അത്ര സ്വീകാര്യമായിരുന്നില്ല. തൽക്കാലം ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നവൾ പറയുന്നു. അടുത്ത ദിവസം ട്രെയിനിങ്ങിനിടയിൽ യൂറിമിനോട് കോളേജിൽ പോകാൻ പ്ലാനുണ്ടോ എന്നവൾ ചോദിക്കുന്നു. എനിക്ക് പണം വളരെ അത്യാവശ്യമാണ്. ടീമിൽ ജോയിൻ ചെയ്താൽ സാലറി കിട്ടും. അതുകൊണ്ട് കോളേജിനെ പറ്റി ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. വിദേശ ടീമിൽ ജോയിൻ ചെയ്യുന്നതാണ് കൂടുതൽ നേട്ടം എന്നൊക്കെ യൂറിം പറയുന്നു. എന്നാലും പണത്തിന് വേണ്ടി നാഷണാലിറ്റി മാറുന്നത് ശരിയല്ല എന്ന് ഹീതു പറഞ്ഞപ്പോൾ അവളും ശരിവെക്കുന്നുണ്ട്. കോളേജിൽ പോയേ പറ്റൂ എന്ന് അമ്മ നിർബന്ധിക്കുകയാണ്. എൻട്രൻസ് എക്സാം എഴുതേണ്ടി വരും. 400-ൽ 80 മാർക്ക് വാങ്ങിയേ പറ്റൂ. അതിനുവേണ്ടി ഇനി ബോറിംഗ് ടെസ്റ്റെല്ലാം വായിക്കണമല്ലോ എന്ന് ഹീതു വിഷമത്തോടെ പറയുന്നുണ്ട്. അപ്പോഴാണ് ഫെൻസിംഗ് ടീമിൽ നിന്ന് കിറ്റ് ചെയ്യണമെന്ന് ആവശ്യമറിയിച്ച എജിയോട് കോച്ച് ഉച്ചത്തിൽ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന അവർ കണ്ടത്. എല്ലാവരും എജിക്കരികിലേക്ക് ചെല്ലുന്നു. ഫെൻസിങ് എനിക്ക് ചേരുന്ന പണിയല്ല എന്ന് എനിക്ക് ബോധ്യമായി. മതിയാക്കി പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ട് പക്ഷേ കോച്ച് അംഗീകരിച്ചിരുന്നില്ല. ഇതെൻ്റെ ലൈഫാണ്. ക്ലാസ്സിൽ കയറാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് പഠിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞ് അവൾ കരയുന്നു. ഹീതുവും യൂറിമും കോച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താമെന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജിവുങ് ഇജിൻ്റെ TV സ്റ്റേഷനിലെത്തി അവനെ കണ്ട് അവൻ വേണമെന്ന് എഴുതി വെച്ചിരുന്ന ഹീതുവിൻ്റെ ഫോട്ടോ നൽകുന്നുണ്ട്. ഹീതു തനിച്ച് നിൽക്കുന്ന ഫോട്ടോ ആവശ്യപ്പെട്ടതിന് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ജിവുങ് ചോദിച്ചപ്പോൾ വേറെ ആരും അത് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ എഴുതിയെന്നേ ഉള്ളൂ എന്ന് ഇജിൻ പറയുന്നു. അന്ന് രാത്രി അവൻ ആ ഫോട്ടോ ഒരു ബുക്കിനുള്ളിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അടുത്തിടെ പിടികൂടിയ ഒരു പിടികിട്ടാപ്പുള്ളിയെ പിടിക്കപ്പെടുന്ന സമയത്ത് ധരിച്ചിരുന്ന ടീഷർട്ട് ടീനേജേഴ്സിൻ്റെ ഇടയിൽ വലിയ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അന്നത്തെ ന്യൂസിൽ കാണിക്കുന്നുണ്ട്. അടുത്ത ദിവസം ജിവുങ് സ്കൂളിലെത്തിയത് ആ ടീഷർട്ട് ധരിച്ചാണ്. കുട്ടികളെ കാണിക്കാൻ വേണ്ടി അവൻ യൂണിഫോമിൻ്റെ ഷർട്ടൊക്കെ തുറന്നിട്ട് സ്റ്റൈലായി കുട്ടികളുടെ ഇടയിലൂടെ നടക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് ട്രെൻഡ് ആയതുകൊണ്ട് കുറേ പിള്ളേർ അവന് പുറകെ കൂടുന്നുമുണ്ട്. അന്ന് എജി ട്രെയിനിങ്ങിന് വരാതെ ക്ലാസ്സിൽ പോയി എന്നറിഞ്ഞ കോച്ച് ആകെ ദേഷ്യപ്പെടുന്നു. പക്ഷേ ഹീതു എജിയുടെ തീരുമാനം ശരിയാണ്. അവളിപ്പോൾ ഫെൻസിങ് ഒട്ടും ആസ്വദിക്കുന്നില്ല. ചെറുപ്പത്തിലെ സ്പോർട്സിൻ്റെ പാത തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് സ്പോർട്സ് അല്ലാതെ മറ്റൊന്നും അറിയില്ല. പാതി വഴിയിൽ ഇത് ഉപേക്ഷിക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളിയാണ് എന്നൊക്കെ കോച്ചിനോട് പറയുന്നു. അവൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് അവൾക്കിപ്പോൾ ഫെൻസിങ് ആസ്വദിക്കാൻ കഴിയാത്തത്. ഇങ്ങനെ മാനസികമായി തളരുന്നവർക്ക് വീണ്ടും എനർജി നൽകി അവരെ ഉയർത്തിക്കൊണ്ട് വരേണ്ടതും എൻ്റെ ജോലിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ ശേഷം എജിയെ ക്ലാസ്സിൽ പോയി തിരികെ വിളിച്ചുകൊണ്ടുവരാൻ കോച്ച് യൂറിമിനോട് പറയുന്നു. പക്ഷേ യൂറിം പോകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല കോച്ച് എജിയെ ടീമിൽ നിന്ന് പോകാൻ അനുവദിക്കുന്നവരെ ഞാൻ ട്രെയിനിങ്ങിനും വരില്ല എന്ന് പറഞ്ഞ് യൂറിം ക്ലാസ്സിലേക്ക് പോകുന്നു. അവൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഞാനും ട്രെയിനിങ്ങിന് വരില്ല എന്ന് പറഞ്ഞ് ഹീതുവും ക്ലാസ്സിലേക്ക് പോകുന്നു. ഹീതുവും ക്ലാസ്സിലേക്ക് തിരികെ വന്നത് കണ്ട് യൂറിം ഒന്ന് എക്സൈറ്റഡ് ആകുന്നുണ്ട്. അവൾ കാര്യം തിരക്കിയപ്പോൾ ഹീതു ഒരു പേപ്പറിൽ എഴുതി ചുരുട്ടിക്കൂട്ടി അവൾക്ക് എറിഞ്ഞു കൊടുക്കുന്നു. അവളും തൻ്റെ തീരുമാനം സപ്പോർട്ട് ചെയ്തതിൻ്റെ സന്തോഷത്തോടെ യൂറിം അവളെ നോക്കിയപ്പോൾ എന്നെ നോക്ക്, ഞാൻ നിൻ്റെ ടൈപ്പ് അല്ലേ എന്ന് ജിവുങ് ഒരു ബുക്കിൽ എഴുതി അവളെ കാണിക്കുന്നുണ്ട്. ജിവുങ് ബ്രേക്ക് ടൈമിൽ സെങ്വങ്ങിനൊപ്പം വരാന്തയിലൂടെ നടക്കുമ്പോൾ എതിരെ വന്ന 2 കുട്ടികൾ അവൻ്റെ ടീഷർട്ടിനെ പുകഴ്ത്തിയിട്ട് അത് നന്നായി ഒന്ന് കാണിക്കാൻ ആവശ്യപ്പെടുന്നു. ജിവുങ് ഷർട്ട് കുറച്ചുകൂടി മാറ്റി അവരെ കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവനെ നോട്ടപ്പുള്ളിയാക്കി വെച്ചിരുന്ന സാർ അവിടേക്ക് വന്നത്. ഒരു ക്രിമിനൽ ഇട്ടിരുന്ന ഷർട്ടാണോ നീ ഇട്ടിരിക്കുന്നത് എന്ന് ചോദിച്ച അയാൾ അവനെ അടിക്കാൻ തുടങ്ങുന്നു. സെങ്വങ്ങിന് അധിക സമയം അത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. മതിയാക്കാൻ അവൾ ഉച്ചത്തിൽ സാറിനോട് പറയുന്നു. കുട്ടികളെ ഇങ്ങനെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് എന്തിനാണ്? താങ്കൾക്ക് അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ? സ്റ്റുഡൻസിനെ അടിക്കുന്നത് നിരോധിച്ചിരിക്കുകയാണെന്ന് അറിയില്ലേ എന്നൊക്കെ ചോദിച്ച് അവൾ അയാളെ ചോദ്യം ചെയ്യുന്നു. അവൾ അങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അയാൾ തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല. നിനക്ക് ഇത്ര പരാതി ഉണ്ടെങ്കിൽ നീ പോയി പോലീസിൽ പരാതിപ്പെടാൻ അയാൾ അവളോട് പറയുന്നു. സെങ്വങ് ഒട്ടും പഠിച്ചില്ല. അവിടെ നിന്നുകൊണ്ട് തന്നെ അവൾ ഫോൺ എടുത്ത് പോലീസിൽ വിളിച്ച് പരാതിപ്പെടുന്നു. പക്ഷെ അവൾ പ്രതീക്ഷിച്ചതുപോലെയൊന്നും അല്ല പിന്നീടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയത്.
പോലീസ് വന്ന ശേഷമാണ് ഹീതുവും യൂറിമും വിവരം അറിഞ്ഞത്. ജിവുങ്ങിന്റെ ചുണ്ടു മുറിഞ്ഞ് ചോര എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പൽ പോലീസുകാരനൊപ്പം അകത്തേക്ക് കയറി വരാൻ സെങ്വങ്ങിനോടും ജിവുങ്ങിനോടും പറഞ്ഞെങ്കിലും ജിവുങ്ങിന് ക്ലിനിക്കിൽ പോകേണ്ട ആവശ്യമായതിനാൽ ഡോക്ടേഴ്സ് റൂമിലേക്ക് അവനെ കൊണ്ടുപോകാൻ സെങ്വങ് യൂറിമിനോട് പറയുന്നു. അവൾ തനിച്ചാണ് ഓഫീസിലേക്ക് പോയത്. എന്താണ് പ്രശ്നമെന്ന് ഹീതു അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി ചോദിച്ചെങ്കിലും പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി പോകുന്നു. ഓഫീസിനുള്ളിൽ വെച്ച് അവളും ആ സാറും തമ്മിൽ ശരിക്കും തർക്കം നടക്കുന്നുണ്ട്. അടി കിട്ടിയത് നിനക്കല്ലല്ലോ, പിന്നെ നീ എന്തിനാണ് ഇതിൽ ഇടപെടുന്നത് പ്രിൻസിപ്പൽ ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കാൻ താല്പര്യമില്ല എന്ന് സെങ്വങ് പറയുന്നു. പക്ഷെ അവളെ ആകെ നിരാശയാക്കുന്ന രീതിയിലാണ് പോലീസുകാരൻ സംസാരിച്ചത്. കുട്ടികളെ ശിക്ഷിക്കുന്നത് നിയമപരമായി നിരോധിച്ചിട്ടുണ്ടെങ്കിലും അന്തിമ തീരുമാനം എടുക്കാനുള്ള അവകാശം സ്കൂളിൽ തന്നെയാണ്. ഒന്ന് അടിച്ചു എന്ന് കരുതി കുട്ടികളൊക്കെ ഇങ്ങനെ പരാതിപ്പെടാൻ തുടങ്ങിയാൽ എന്താകും സ്ഥിതി എന്നൊക്കെ പറഞ്ഞ് അയാൾ സെങ്വങ്ങിനെ കുറ്റക്കാരനാക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അടിച്ച സാറിനെ കുട്ടികളെ മേയ്ക്കുന്നത് കഠിനമായ ജോലിയാണെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. സെങ്വങ് ആകെ ആശയക്കുഴപ്പത്തിലാകുന്നു. എന്തെങ്കിലും ന്യൂസ് കിട്ടുമോ എന്നറിയാൻ ഇജിൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചുറ്റിത്തിരിയുമ്പോഴാണ് സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയ പോലീസുകാരനോട് ഇജിന് പരിചയമുള്ള മറ്റൊരു റിപ്പോർട്ടർ സ്കൂളിലെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഇജിൻ കേട്ടത്. ഹീതുവും യൂറിമും ഒക്കെ പഠിക്കുന്ന സ്കൂളായതുകൊണ്ട് അവനവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് പരാതിക്കാരുടെ പേര് സെങ്വങ് എന്നാണ് എന്നവൻ കേട്ടത്. അവൻ അങ്ങോട്ടേക്ക് ചെന്ന് പരിചയം പുതുക്കിയ ശേഷം എന്താണ് കാര്യമെന്ന് വിശദമായി ചോദിച്ചറിയുന്നു. സെങ്വങ്ങിനെ കുറ്റക്കാരിയാക്കുന്ന രീതിയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാനാണ് അയാൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നതിനാൽ അവൻ ഉടൻ തന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി അവളുടെ ഫോണിലേക്ക് കുറേ തവണ കോൾ ചെയ്തെങ്കിലും അവൾ അറ്റൻഡ് ചെയ്യുന്നില്ല. സെങ്വങ് അന്ന് സ്കൂൾ വിട്ടിറങ്ങിയപ്പോൾ ആ റിപ്പോർട്ടർ അവളെ ചെന്ന് കണ്ട് ഒരു ഇൻ്റർവ്യൂ തരുമോ എന്ന് ചോദിക്കുന്നു. ഇൻ്റർവ്യൂ തന്നാൽ ഞങ്ങൾ കുട്ടികൾ പറയുന്നത് ശരിയാണെന്ന് സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ കഴിയുമോ എന്നവൾ ചോദിക്കുന്നു. അവൾക്ക് അനുകൂലമായ രീതിയിലെ വാർത്ത വിടൂ എന്ന് പറഞ്ഞ് അയാൾ അവളെ സമ്മതിപ്പിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവിടെ എത്തിയ ഇജിൻ ഇതെൻ്റെ കസിനാണ്, അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവളെ ചൂഷണം ചെയ്യരുതെന്ന് പറഞ്ഞ് ആ റിപ്പോർട്ടറെ തടയുന്നു. ആര് ചൂഷണം ചെയ്യുന്നുവെന്നാണ്, ഞാൻ ഇവരെ സഹായിക്കാനല്ലേ നോക്കുന്നത് എന്ന് അയാൾ പറഞ്ഞപ്പോൾ നീ ഉദ്ദേശിക്കുന്നത് അതല്ല. പോലീസിൽ പരാതിപ്പെട്ടതിന് കുട്ടികളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം. വെറുതെ ഒരു കുട്ടിയുടെ ഭാവി നശിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് സെങ്വങ്ങിനെയും പിടിച്ചുകൊണ്ട് ഇജിൻ അവിടെ നിന്ന് പോകുന്നു. ബസ് സ്റ്റോപ്പിൽ ചെന്നിരുന്ന് ഞാൻ വിളിച്ചിട്ടെന്താ നീ ഫോൺ എടുക്കാതിരുന്നതെന്ന് ചോദിക്കുന്നു. നമ്പർ അറിയില്ലായിരുന്നു. ആരാണ് വിളിക്കുന്നതെന്ന് അറിയാനുള്ള എന്തെങ്കിലും ടെക്നോളജി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് സെങ്വങ് അപ്പോൾ പറയുന്നുണ്ട്. സ്കൂൾ പഠനം കഴിഞ്ഞാൽ അധികം വൈകാതെ നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളുടെ ലോകമാണ് ഇന്ന് നീ ചെറിയ രീതിയിൽ കണ്ടത് എന്ന് ഇജിൻ അവളോട് പറയുന്നു. അവൻ തക്ക സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇൻ്റർവ്യൂ നൽകിയതിനെന്നും പിന്നെ എന്തൊക്കെ നടക്കുമായിരുന്നു എന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നും സെങ്വങ് പറയുന്നു. കൃത്യസമയത്തെത്തി സഹായിച്ചതിന് അവൾ നന്ദി പറയുന്നുമുണ്ട്. അടുത്ത ദിവസം കോച്ച് ഹീതുവിനെയും യൂറിമിനെയും ഏജിയെയും വിളിപ്പിക്കുന്നു. ഏജ് കാരണം മറ്റുള്ളവരുടെ ട്രെയിനിങ് കൂടി മുടങ്ങുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് കോച്ച് അവളെ കുറ്റപ്പെടുത്തിയപ്പോൾ യൂറിമും ഹീതുവും കോച്ചിനെ എതിർക്കുന്നു. കോച്ച് അവരെ വഴക്ക് പറഞ്ഞപ്പോൾ എന്നെ മാത്രം പറഞ്ഞാൽ മതി, അവരെ വെറുതെ വിടാൻ ഏജി കോച്ചിനോട് പറയുന്നു. അവസാനം കോച്ച് ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകുന്നുണ്ട്. ഏജിക്ക് ശരിക്കും ഫെൻസിങ്ങിൽ നിന്ന് വിട്ടുപോകണമെന്നുണ്ടെങ്കിൽ അടുത്ത് തന്നെ നടക്കാൻ പോകുന്ന നാഷണൽ ടീമിലേക്കുള്ള സെലക്ഷൻ ടെസ്റ്റിൻ്റെ ക്വാർട്ടർ ഫൈനൽ വരെ അവൾ എത്തിപ്പെടണം. അവൾക്കതിന് കഴിയുമെന്ന് തെളിയിച്ചാൽ അവളുടെ തീരുമാനം അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കോച്ച് അവിടെ നിന്ന് പോകുന്നു. കോച്ചിൻ്റെ മുന്നിൽ വെച്ച് ആ ചലഞ്ച് ഏറ്റെടുത്തെങ്കിലും കോച്ച് പോയി കഴിഞ്ഞപ്പോൾ എനിക്കതിന് സാധിക്കുമെന്ന് ഏജി വെപ്രാളപ്പെടുന്നുണ്ട്. ഞങ്ങൾ നിന്നെ സഹായിക്കാമെന്ന് ഹീതുവും യൂറിമും ഒരുപോലെ അവളോട് പറയുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ അവർ രണ്ടുപേരും കൂടി ഏജിയുടെ ട്രെയിനിങ്ങിൽ സഹായിക്കുന്നുണ്ട്. അവൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് രണ്ടുപേരും ഫുൾ ടൈം അവൾക്കൊപ്പം തന്നെയുണ്ട്. ഏജിയുടെ പെർഫോമൻസ് അധികം വൈകാതെ ശരിക്കും ഇമ്പ്രൂവ് ആകുന്നു. ഹീതുവിനെ യൂറിമിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ടി വിയിൽ വന്ന ദിവസം സെങ്വങ്ങും ജിവുങ്ങും ഒപ്പം വരുന്നാണ് അത് കണ്ടത്. യൂറിമിന്റെ ഇന്റർവ്യൂ കണ്ടപ്പോൾ നീ ടി വിയിലൊക്കെ വരുന്ന ആളാണ് എന്ന് ഓർക്കുമ്പോൾ നമുക്കിടയിൽ എന്തോ വലിയ അകലമുള്ളതുപോലെ എനിക്ക് തോന്നുകയാണെന്ന് പറഞ്ഞ് ജിവും കുറച്ചൊന്ന് നീങ്ങിയിരിക്കുന്നുണ്ട്. ബീച്ചിലെ സീൻ ടി വിയിൽ വന്ന സമയത്ത് ജിവും എന്നെയും ടി വിയിൽ കാണിക്കുന്നു എന്ന് പറഞ്ഞ ആവേശത്തോടെ കാണാനിരുന്നതാണ്. പക്ഷേ ആ സമയത്ത് തന്നെ ടി വിക്ക് മുകളിലിരുന്ന് ആൻറ്റിന മറിഞ്ഞ് നിലത്ത് വീണ് കണക്ഷൻ പോകുന്നതിനാൽ അവർ ഓടിച്ചെന്ന് അതെടുത്ത് തിരികെ വെച്ച് അടിച്ച് ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കണക്ഷൻ തിരികെ വന്നപ്പോഴേക്കും അവരുടെ ഭാഗം കഴിഞ്ഞിരുന്നു. ജിവുങ് ആകെ നിരാശനാകുന്നുണ്ട്. ഡോക്യുമെൻ്ററി ഹിറ്റായതിനാൽ ടി വി സ്റ്റേഷനിൽ എല്ലാവരും അഭിനന്ദിക്കുന്നു. അവിടെ നിന്ന് കുറച്ച് ദൂരെയായി ദേഗുവിൽ നടക്കുന്ന ബേസ്ബോൾ മത്സരത്തിന് ആരാണ് പോകുന്നതെന്നതിനെ കുറിച്ച് അവിടെ ഒരു തർക്കം നടക്കുന്നത് കേട്ട് ഞാൻ എന്തായാലും അതിൻ്റെ അടുത്ത ദിവസം നടക്കുന്ന ഫെൻസിങ് മത്സരം റിപ്പോർട്ട് ചെയ്യാൻ ദേഗുവിലേക്ക് പോകുന്നുണ്ട്. ഒരു ദിവസം മുമ്പേ പോയി ബേസ്ബോൾ റിപ്പോർട്ടിംഗ് നടത്തുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല, ഞാൻ ചെയ്തോളാമെന്ന് ഇജിൻ പറയുന്നു. അങ്ങനെ ഒരു ദിവസം മുമ്പേ സ്ഥലത്തെത്തി അവൻ ബേസ്ബോളിൻ്റെ റിപ്പോർട്ടിംഗ് നടത്തുന്നുണ്ട്. നല്ല മഴയുള്ള ദിവസമായിരുന്നു അന്ന്. മുമ്പൊരിക്കൽ റിപ്പോർട്ടിങ്ങിൻ്റെ സമയത്ത് ലാപ്ടോപ്പ് ബ്ലൂ സ്ക്രീൻ അടിച്ച എക്സ്പീരിയൻസിലുള്ളതിനാൽ ബേസ്ബോളിൻ്റെ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് റിപ്പോർട്ടിങ്ങിന് മുമ്പ് കുറേ സമയം അവനത് വായിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ കൂടുതലൊന്നും അവൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. മഴയത്ത് നിന്നാണ് റിപ്പോർട്ടിംഗ് ചെയ്യേണ്ടിയിരുന്നത്. ഓർത്തു വെച്ച കാര്യങ്ങളൊക്കെ ആദ്യം ബുക്കിൽ നോക്കാതെ തന്നെ അവൻ പറയുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് ബുക്കിലേക്ക് നോക്കിയപ്പോഴാണ് മഴവെള്ളം വീണ് മഷിയെല്ലാം പടർന്നൊലിച്ച് ഒന്നും വായിക്കാൻ പറ്റാത്ത വിധമായിരിക്കുന്നു എന്നവൻ അറിയുന്നത്. ഒന്ന് സ്റ്റക്കായെങ്കിലും മുമ്പത്തെ പോലെ ഇടയ്ക്കിട്ടിട്ട് പോകാതെ ഓർമ്മ വന്നതുപോലെയൊക്കെ അവൻ റിപ്പോർട്ടിംഗ് പൂർത്തിയാക്കുന്നു. ക്യാമറയ്ക്ക് കട്ട് പറഞ്ഞതും ഏതോ വലിയ കാര്യം നടത്തിയതുപോലെ അവൻ തളർന്ന് താഴേക്കിരിക്കുന്നു. ഇടയ്ക്ക് എന്താണ് പറ്റിയത് എന്ന് ചോദിച്ച ക്യാമറാമാനെ അവൻ ബുക്ക് കാണിക്കുന്നുണ്ട്. മഴ സമയത്ത് ആരെങ്കിലും പടരുന്ന മഷിയുള്ള പേന ഉപയോഗിക്കുമോ എന്ന് ചോദിച്ച് ക്യാമറാമാൻ അവനെ കളിയാക്കുന്നു. എന്തായാലും ഓർമ്മയിൽ നിന്ന്
എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചതിന് ടീം മുഴുവനായി അവനെ അഭിനന്ദിക്കുന്നുണ്ട്. റിപ്പോർട്ടിംഗ് കഴിഞ്ഞ് ഹീതുവും മറ്റ് ഫെൻസിംഗ് ടീമംഗങ്ങളും താമസിക്കുന്ന ഹോട്ടലിലേക്ക് അവൻ പോകുന്നു. ഹീതുവിനോട് പുറത്തേക്ക് ഇറങ്ങി വരാൻ ഫോണിലൂടെ പറഞ്ഞിട്ട് ലോബിയിൽ വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഒരാൾ അവിടെ ഇരുന്ന് പെട്ടി കണ്ടോ എന്ന് ഫ്രഞ്ചിൽ അവനോട് സംസാരിച്ചത്. അവന് പക്ഷേ എന്താണ് അയാൾ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അയാൾക്കൊട്ട് ഇംഗ്ലീഷ് അറിയാനും പാടില്ല. ഇതിനാകെ പെട്ടിരിക്കുമ്പോഴാണ് ഹോട്ടലിലെ ഒരു സ്റ്റാഫ് ഹെൽപ്പ് വല്ലതും വേണോ എന്ന് ചോദിച്ചാൽ അവിടേക്ക് വന്നത്. പക്ഷെ ഫ്രഞ്ച് അറിയാവുന്ന സ്റ്റാഫൊന്നും അവിടെ ഇല്ലായിരുന്നു. ആ സമയത്താണ് അവിടെ എത്തിയ ഹീതു അയാളോട് കൂളായി ഫ്രഞ്ച് സംസാരിച്ച് അയാളുടെ പ്രശ്നം സോൾവ് ചെയ്ത് പറഞ്ഞയച്ചത്. ഹീതു ഫ്രഞ്ച് സംസാരിക്കുന്നത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ഇജിൻ. ഹീതു പക്ഷെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത മട്ടിൽ ഇജിനോട് കൂടെ വരാൻ പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. പുറകെ ചെന്ന ഇജിൻ നീ എപ്പോഴാണ് ഫ്രഞ്ച് പഠിച്ചത് എന്ന് അത്ഭുതത്തോടെ ചോദിക്കുന്നു. മര്യാദയ്ക്ക് കൊറിയൻ പോലും സംസാരിക്കാത്ത ഞാൻ ഫ്രഞ്ച് സംസാരിക്കുന്ന കണ്ടപ്പോൾ അത്ഭുതം തോന്നിയോ എന്ന് ഹീതു അഭിമാനത്തോടെ ചോദിക്കുന്നു. കുറച്ചു കാലം ജോലിയുടെ ഭാഗമായി അമ്മയ്ക്കൊപ്പം ഞങ്ങളും പാരീസിൽ താമസിച്ചിരുന്നു. അന്ന് പഠിച്ചതാണെന്ന് അവൾ പറയുന്നു. ഹീതു പുറത്തേക്ക് നടക്കുമ്പോഴും ഇജിൻ അമ്പരപ്പടങ്ങാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.